റോമിലെ ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മരുന്നുകളോടും ചികിത്സയോടും പ്രതികരിക്കുന്നുണ്ടെന്നും എന്നാൽ ഇതുവരെ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നും വത്തിക്കാന്റെ പുതിയ റിപ്പോർട്ട്. ഒരാഴ്ചയെങ്കിലും ആശുപത്രി ചികിത്സ തുടരേണ്ടി വരുമെന്നും പതിവ് പോലെ പാപ്പ തമാശ പറയുകയും വീണ്ടും ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയെന്നും മാർപ്പാപ്പയെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നു. ചെറുതായി ശ്വാസമുട്ടുണ്ടെങ്കിലും മറ്റുള്ളവരോട് നന്നായി സംസാരിക്കുന്നുണ്ട്. ഇതിനിടയിൽ മാർപ്പാപ്പയെ മരിപ്പിച്ചേ അടങ്ങൂ എന്ന രീതിയിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ അങ്ങോളം ഇങ്ങോളം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും ഈ വ്യാജ വാർത്തകളിൽ നാം വിശ്വസിക്കരുതെന്നും വത്തിക്കാൻ അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ വെന്റിലേറ്ററിലാണെന്ന വാർത്ത ഡോക്ടർമാരുടെ മെഡിക്കൽ സംഘം നിരുപാധികം തള്ളി. പാപ്പ ഗുരുതരാവസ്ഥയിലല്ലെന്നും 88-കാരനായ പാപ്പായെ ഒരു യുവാവിനെ ചികിത്സിക്കുന്നത് പോലെ ചികിത്സിക്കാൻ സാധിക്കില്ലെന്നും അതിന് ഏറെ പരിമിതികളുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു. മാർപ്പാപ്പയുടെ മരണവും രാജ്യമൊക്കെ വാർത്തയാക്കുന്നവർ ഒരു മാനുഷിക പരിഗണനയെങ്കിലും ഈ സമയം അദ്ദേഹത്തിന് കൊടുക്കൂ എന്ന് കർദിനാൾ ഒമെല്ലെ തുറന്നടിച്ചു. ഇത് വെറുതെ നിങ്ങളുടെ സമയം പാഴാക്കലാണെന്ന് കർദിനാൾ പ്രതികരിച്ചു. പരിശുദ്ധ മാർപ്പാപ്പയുടെ അനാരോഗ്യകരമായ അവസ്ഥയെ മനസ്സിലാക്കാവുന്നതേയുള്ളൂവെന്നും ഊതിപ്പെരുപ്പിക്കുന്ന വാർത്തകളിൽ നാം വീഴരുതെന്നും പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫിന്റെ പ്രസിഡന്റ് വിൻസെൻസോ പക്ലിയെ പറഞ്ഞു. തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളിൽ നാം ചെവി കൊടുക്കരുതെന്നും ശരിയായ വാർത്ത നൽകുന്ന സഭയുടെ ഔദ്യോഗിക മീഡിയകളെ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നടത്തുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ജനം ഈ സമയങ്ങളിൽ ബോധവാന്മാരാവണം.